വേദം എന്നത് സൃഷ്ടിയുടെ ആദിയിൽ ഈശ്വരൻ മനുഷ്യർക്കു നൽകിയ ദിവ്യജ്ഞാനസമ്പത്താണ് എന്ന് ഹിന്ദു സമ്പ്രദായം വിശ്വസിക്കുന്നു. വിദ് എന്ന ധാതുവിൽ നിന്നാണ് വേദം എന്ന പദം ഉണ്ടായത്. അതിന്റെ അർത്ഥം ജ്ഞാനം, അറിവ് എന്നതാണ്. മനുഷ്യൻ രചിച്ചതല്ലാത്തതിനാൽ വേദങ്ങളെ അപൗരുഷേയ ഗ്രന്ഥങ്ങളായി കണക്കാക്കുന്നു. ഹിന്ദുധർമ്മത്തിന്റെ അടിസ്ഥാനവും ഉൽപ്പത്തിസ്ഥാനം കൂടിയാണ് വേദങ്ങൾ. ലോകത്തിലെ ഏറ്റവും പ്രാചീനമായ മതഗ്രന്ഥങ്ങളായി ഇവ പരിഗണിക്കപ്പെടുന്നു. വേദങ്ങൾ 4 ആണ്: ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം. ഇവ ഓരോന്നും വ്യത്യസ്തമായ വിഷയങ്ങൾ പ്രതിപാദിക്കുന്നു. ഋഗ്വേദം പ്രധാനമായും ജ്ഞാനത്തെയും ദേവസ്തുതികളെയും കുറിച്ചാണ്. പ്രകൃതിയിലെ ശക്തികളുടെ മഹത്വവും അവയുടെ ഗുണങ്ങളും സ്തുതിപരമായ മന്ത്രങ്ങളിലൂടെ അവതരിപ്പിക്കുന്നു. യജുർവേദം കർമ്മത്തെ ആസ്പദമാക്കിയതാണ്. മനുഷ്യൻ അനുഷ്ഠിക്കേണ്ട യജ്ഞങ്ങൾ, കർത്തവ്യങ്ങൾ, ധാർമ്മിക പ്രവർത്തികൾ എന്നിവ ഇതിൽ വിശദീകരിക്കുന്നു. സാമവേദം ഉപാസനയെയും ഭക്തിയെയും പ്രാധാന്യമാക്കുന്നു. ഗാനം മുഖേന ദൈവാരാധന നടത്തുന്നതിനുള്ള രീതികളാണ് ഇതിന്റെ മുഖ്യ വിഷയം. അഥർവവേദം വിജ്ഞാനത്തെയും സംരക്ഷണത്തെയും കുറിച്ചുള്ളതാണ്. ഇതിൽ ഭൗതികശാസ്ത്രപരമായ അറിവുകളും തത്വചിന്തകളും ഉൾപ്പെടുന്നു. വേദങ്ങളിൽ അനവധി മന്ത്രങ്ങൾ ഉൾക്കൊള്ളുന്നു. ഋഗ്വേദത്തിൽ 10522 മന്ത്രങ്ങൾ, യജുർവേദത്തിൽ 1975, സാമവേദത്തിൽ 1875, അഥർവവേദത്തിൽ 5977 മന്ത്രങ്ങൾ എന്നിവയുണ്ട്. ഇങ്ങനെ 4 വേദങ്ങളിലും കൂടി ആകെ 20349 മന്ത്രങ്ങൾ കാണപ്പെടുന്നു. ഈ മന്ത്രങ്ങൾ ശബ്ദവും അർത്ഥവും ചേർന്ന ദിവ്യപ്രകടനങ്ങളാണ്. മന്ത്രങ്ങളുടെ യഥാർത്ഥ അർത്ഥം ദർശിച്ചവരാണ് ഋഷികൾ. അവർ ഈ ജ്ഞാനം നേരിട്ട് അനുഭവിച്ചവരായതിനാൽ വേദജ്ഞാനത്തിന്റെ പ്രചാരകരായി കണക്കാക്കപ്പെടുന്നു. വേദങ്ങൾ സകല ജീവജാലങ്ങളുടെയും അഭ്യുദയത്തിനും നിശ്രേയസ്സിനുമായി പ്രകാശിതമായതാണ്. മനുഷ്യജീവിതത്തിന്റെ ആത്മീയവും സാമൂഹികവുമായ പുരോഗതിയാണ് വേദങ്ങളുടെ ലക്ഷ്യം. മനുഷ്യനെ ധർമ്മത്തിന്റെ വഴിയിലേക്ക് നയിക്കുകയും മോക്ഷസാധനത്തിന് സഹായിക്കുകയും ചെയ്യുന്നു. വേദങ്ങളിൽ ഉൾപ്പെട്ട ജ്ഞാനം ശരിയായി ഗ്രഹിക്കാൻ വേദാംഗങ്ങൾ എന്നറിയപ്പെടുന്ന 6 ശാസ്ത്രങ്ങളുണ്ട്: ശിക്ഷ, വ്യാകരണം, കൽപ്പം, നിരുക്തം, ജ്യോതിഷം, ഛന്ദസ്. ഇവ വേദപഠനത്തിന് സഹായകരമാണ്. കൂടാതെ വേദങ്ങളെ ആധാരമാക്കി വികസിച്ച ദാർശനിക ചിന്തകളാണ് ഷഡ്ദർശനങ്ങൾ: സാംഖ്യം, യോഗം, വൈശേഷികം, ന്യായം, മീമാംസ, വേദാന്തം എന്നിവയാണ് അവ. ഇവ ലോകത്തിന്റെ സ്വഭാവവും മനുഷ്യജീവിതത്തിന്റെ ലക്ഷ്യവും വിശദീകരിക്കുന്ന തത്വചിന്തകളാണ്. മൊത്തത്തിൽ വേദങ്ങൾ മനുഷ്യനെ സത്യത്തിലേക്കും ജ്ഞാനത്തിലേക്കും ആത്മസാക്ഷാത്കാരത്തിലേക്കും നയിക്കുന്ന ദിവ്യഗ്രന്ഥങ്ങളാണ്.